നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തആല ഒരുപാട് കൂലിയാണ് കൊടുക്കുന്നത്. പിന്നെ ഈ 5 വഖത്ത് ഫർദ് നിസ്കാരത്തിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന 2 നിസ്കാരമാണ്. ഒന്ന് സുബ്ഹിയും 2 അസ്റും. ളുഹർ നിസ്കാരം ചിലപ്പോൾ നിസ്കരിച്ചേക്കും, അല്ലെങ്കിൽ പിന്നെ മഗ്രിബ് ഏതായാലും നമ്മൾ പള്ളിയിലൊക്കെ പോയി അല്ലെങ്കിൽ അവിടെയൊക്കെ നിസ്കരിക്കും. പിന്നെ ഇശായും ചിലപ്പോൾ നിസ്കരിച്ചേക്കാം. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഒഴിവാക്കുന്നൊരു നിസ്കാരം സുബ്ഹിയും അസ്റുമാണ്. പക്ഷേ ഈ 2 നിസ്കാരത്തിനും ഒരുപാട് കൂലിയാണ്. ബാക്കിയുള്ള മറ്റ് ഫർദ് നിസ്കാരങ്ങളെക്കാൾ വളരെയധികം പ്രതിഫലമുള്ളത് സുബ്ഹി നമസ്കാരത്തിനും അസ്ർ നിസ്കാരത്തിനുമാണ്. കൂലി കുറച്ച് കുറവ് എന്ന് പറഞ്ഞാൽ ഒട്ടും കിട്ടൂല എന്നല്ല. ഈ 5 ഫർദ് നിസ്കാരത്തിൽ അല്പം കുറവ് കൂലി കിട്ടുന്നത് മഗ്രിബ് നിസ്കാരത്തിനാണ്. പക്ഷേ മഗ്രിബ് നിസ്കാരത്തിലോ പള്ളി മൊത്തം ആളായിരിക്കും. എന്ന് വെച്ചാൽ നിസ്കരിക്കേണ്ടെന്നല്ല, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠതയുള്ള അസറും സുബ്ഹി നിസ്കാരവും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കണം. പറഞ്ഞു വന്നത്, റജബ് മാസത്തിൻ്റെയും റമദാൻ മാസത്തിൻ്റെയും ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പലരും അശ്രദ്ധമാക്കി കളയുന്ന ഒരു മാസമാണ് ഷഅബാൻ. ആ ഷഅബാൻ മാസത്തിൻ്റെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തത് മഗ്രിബ് നിസ്കാരം തന്നെയാണ്. മഗ്രിബ് നിസ്കാരം എന്താണ്, പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോഴേ നമ്മളത് പരിശീലിക്കുക. ഇപ്പോഴേ പരിശീലിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, റമദാനിൽ നമുക്കത് പറ്റും. ഓ ഉസ്താദെ, റമദാനിൽ ഞങ്ങളൊക്കെ പള്ളിയിൽ പോയാണ് നിസ്കരിക്കുന്നത്. ശരിയാണ്, റമദാനിലൊക്കെ പള്ളിയിൽ പോയാണ് നിസ്കരിക്കുന്നത്. പക്ഷേ മഗ്രിബ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പലർക്കും മഗ്രിബ് മാത്രമേ പള്ളിയിൽ പോയി നിസ്കരിക്കാറുണ്ടാവാറുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ് ഈ RSP റമദാൻ സ്പെഷ്യൽ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ പരിഹസിക്കാറുണ്ട്. അങ്ങനെ പരിഹസിക്കാനും പാടില്ല. കാരണം ഓരോ വരുന്ന ആളുകളുടെ ഈമാനും ഇസ്ലാമും നടക്കാൻ നമ്മൾ ആളല്ല. അതുകൊണ്ട് ആര് പള്ളി വന്നാലും ആരെയും പരിഹസിക്കാൻ പാടില്ല. ഞാൻ ആരെങ്കിലും പള്ളി പോയില്ലെങ്കിലോ, നീ എന്താ പള്ളി പോകാത്ത, അവരോട് ചൂടാവുകയും വേണ്ട. നമുക്ക് നമ്മുടെ കാര്യം നോക്കാനുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ നമ്മുടെ മക്കൾ പള്ളി പോയില്ല എങ്കിൽ അവരോട് മാതാപിതാക്കളെ നമുക്ക് ചോദിക്കാം, എടാ നീ എന്താ പള്ളി പോകാത്ത, പള്ളി പോ, ഓടിപ്പോ. അങ്ങനെയൊക്കെ നമുക്ക് പറയണം. അത് എപ്പോൾ തുടങ്ങണം? ഈ ഷഅബാനിൽ തുടങ്ങണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ ഉപ്പമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെ? പള്ളിയിൽ തന്നെ. അതുപോലെ തന്നെ ഇശാ നിസ്കാരം. പലരും മഗ്രിബൊക്കെ നിസ്കരിച്ച് വല്ല സൂഫിയായിട്ട് വരും. എന്നിട്ടോ ഇശാ ചിലപ്പോൾ ജമാഅത്തും ഉണ്ടാവില്ല, ഇശായും ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്. ഇശാ നിസ്കാരവും പരമാവധി പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുക. ഉമ്മമാരും ഇശായും മഗ്രിബും കൂടി ജാമാക്കാൻ നിൽക്കരുത്. ജാമാക്കി നിസ്കരിക്കുക. അതായത് മഗ്രിബ് നിസ്കാരം ബാങ്കൊക്കെ വിളിച്ച് ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും, ജോലി തിരക്കൊക്കെ ആയിരിക്കും. അതൊന്ന് കഴിഞ്ഞ് ഒരു 7 മണി കഴിഞ്ഞ് 7:45 ഇശാ ബാങ്ക് എങ്കിൽ ഒരു 7:30 കുളിക്കാൻ കയറി പെട്ടെന്നൊരു കാക്കക്കുളിയൊക്കെ കുളിച്ച് ഇശാ ബാങ്ക് വിളിക്കാൻ ഒരു അല്പസമയം മുമ്പ് വന്ന് പെട്ടെന്ന് മഗ്രിബ് നിസ്കരിച്ച് പിന്നെ ഇശാ ബാങ്ക് വിളിച്ച് ഇശായും കൂടി നിസ്കരിച്ച് പോകുന്ന ഒരു പരിപാടി. അത് ഉമ്മമാർക്ക് മാത്രമല്ല, ചില പാപ്പമാർക്കും ചില പുരുഷന്മാർക്കും ഉള്ള പരിപാടിയാണ്. അതുകൊണ്ട് അത് അങ്ങനെ ജാമാക്കാൻ നിൽക്കരുത്. ജമ്മാക്കിയല്ല നിസ്കരിക്കേണ്ടത്. മഗ്രിബ് നിസ്കരിക്കേണ്ടത് മഗ്രിബിൻ്റെ സമയത്താണ്. ഇശാ നിസ്കരിക്കേണ്ടത് ഇശായിൻ്റെ സമയത്ത്. ഇപ്പോൾ നമ്മൾ ഒരു ഡോക്ടർ, നമുക്കൊരു പനി വന്നു, എന്തെങ്കിലും അസുഖം വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രാവിലെ കഴിക്കാൻ മരുന്ന്